ദുരിതങ്ങളൊന്നും ആർക്കും അറിയില്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഒരു കുറച്ച് സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടേതായ തോതിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് തന്നെ സമൂഹം അറിയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ 28 ദിവസം അവർ പരക്കാത്ത തന്നെ ഇരിക്കണം. അപ്പോൾ അവരുടെ സുഖവിവരങ്ങൾ അറിയണം നമ്മൾക്ക്. അവർക്കൊരു നീരൂഴ്ച വരുന്നുണ്ടോ, ഒരു പനി വരുന്നുണ്ടോ, ഒരു തൊണ്ടവേദന വരുന്നുണ്ടോ, എന്ത് കാര്യവും മൈന്യൂട്ടായ കാര്യങ്ങളെല്ലാം നമ്മളതവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം മന്ത്രിമാരായാലും മോളിൽ ഇരുന്നിട്ട് പറയും ഇന്ന് ഇത്ര പനിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര പേർക്ക് കോവിഡ് ഉണ്ട്. ഈ ഡാറ്റയെല്ലാം കളക്ട് ചെയ്യുന്നത് ഈ പാവപ്പെട്ട ഈ ആശാ വർക്കർമാരാണ്. അപ്പോൾ അവർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി ഈ വെയിലാണെങ്കിൽ വെയിലും മഴയാണെങ്കിൽ മഴ കൊണ്ട് നടന്ന്, അപ്പം ഞങ്ങൾ സോഷ്യൽ വർക്കർമാർ തന്നെയായിട്ടാണ് ഞങ്ങൾ മുമ്പ് ജോയിൻ ചെയ്തത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് 1-2 മണിക്കൂർ മാത്രമേ ജോലി ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ജോലി, വേറെ സൈഡിൽ എന്തെങ്കിലും ജോലി ചെയ്ത് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞൊരു ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ 2007 ആദ്യമായിട്ട് ആശാ വർക്കർമാർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ കറുകുറ്റി പഞ്ചായത്തിലോട്ട് വന്നപ്പോൾ അത് 2009 ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 34 പേരുണ്ടായിരുന്നു ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ജോലിയുടെ അധ്വാനം കൊണ്ട് ഞങ്ങളുടെ 2 കൂട്ടുകാരികളും മരിച്ചുപോയി. ഒരാൾക്ക് പ്രഷർ കൂടി, ഒരാൾ 2 വീലറും കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു അപകടം വന്ന് മരിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് പേരെന്ന് പറയുന്നത് ഇപ്പോൾ കാരണവന്മാർ പറയണത്, മക്കൾ പറയുന്നു അമ്മച്ചിമാർ ഇനി ആ പണി എടുക്കുന്നുണ്ടാ, ഞങ്ങൾക്ക് അമ്മച്ചിമാരെ ആവശ്യം ജോലിയല്ല, പൈസയല്ല, അതുകൊണ്ട് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ആശമാർ റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ഇനി നമ്മൾക്ക് വേറൊരു ജോലി കിട്ടാനില്ല, ഇത് തന്നെ കൊണ്ട് നടക്കുകയും വേണം. പക്ഷേ ഞങ്ങൾക്ക് അധ്വാനത്തിന് മേൽ അധ്വാനം അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ജോലികൾ ഇപ്പം ആദ്യം നമ്മൾക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണിലെ വേറെ ഒന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ കോള് വരുമ്പോൾ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് കാണാം, ഇത്രയൊക്കെ നമുക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പം വാട്സപ്പിലല്ല മറ്റേ ഗൂഗിളിലൊക്കെ കയറി എല്ലാ ജോലികളും ഫോണിലായി ഞങ്ങൾ കറക്റ്റ് ജോലി ചെയ്ത് ഇതിൻ്റെ ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ മേളിലുള്ളവരെ, അല്ലെങ്കിൽ ഇപ്പം ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ ഈ ജോലിക്ക് വരുന്നതിന് മുമ്പ് ഇതിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഈ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഓഫീസിലേ ഇരിക്കുന്നേ, അവരെ കുറ്റം പറയുന്നതല്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ മാടുപോലെ പണിയെടുത്ത് അങ്ങനെയൊക്കെ പറയണതിൽ വിഷമം വിചാരിക്കേണ്ട, ഒത്തിരി വിഷമത്തോടെ പറയുന്നത്. ഇപ്പോൾ 5-6 മാസം ഞാൻ ലീവിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇപ്പോൾ വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണാണ്. അതുകൊണ്ട് ആ ജോലിയും ഈ ജോലിയും ചെയ്യാൻ പറ്റില്ല. സർക്കുലർ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇറക്കാണ് ഞങ്ങളുടെ നിബന്ധനകൾ കൂടി. അപ്പം ഞങ്ങൾക്കിപ്പോൾ വേറൊരു ജോലിക്ക് പോകാൻ പാടില്ല. കുറേ ആശന്മാർ തൊഴിലുറപ്പിൽ പോയിരുന്നാണ്. തൊഴിലുറപ്പ് ചെയ്യാൻ പാടില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് ഈ ആശയുടെ പണി മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അതിനുള്ള ആ ഓണററി ആയാലും ശമ്പളമായാലും കൂട്ടുന്നില്ല. പിന്നെ മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. 3000 രൂപ ഞങ്ങൾക്ക് സ്ഥിരം ഇൻസെൻറ്റീവ് ഉണ്ടെന്നാണ് ആ ആള് പാർലമെൻറ്റിൽ ഇരുന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഫോണിലൂടെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 2000 രൂപ വിട്ടിട്ട് ഇന്ന് വരെ 1 രൂപ കിട്ടിയിട്ടില്ല. ഇതൊന്നും ഞങ്ങളുടെ വക്താവായിട്ട് അവിടെ എത്തിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ സപ്പോർട്ട് ചെയ്ത് ഈ സമയങ്ങളിൽ ഇപ്പോൾ 27-ാം ദിവസമാണ് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നത്. ഇതൊന്നും ഇവിടെയൊക്കെ പറയാനല്ല, ഞങ്ങളെ അറിയില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ക്രൈം നടന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെ അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വിളിക്കുന്നത് ആശാ വർക്കർമാരെയാണ്. മെമ്പർമാരിൽ കൂടുതൽ വിളിക്കുന്നത് ആശാ വർക്കർമാരെയാണ്. കറക്റ്റ് ആ പേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് ആൻസർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ ഒത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഇതേ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. മൂവാറ്റുപുഴ തുടങ്ങി അങ്കമാലിയിൽ പിന്നെ സ്ഥിരം വിളിക്കുന്നതാണ് നമ്മുടെ ഏരിയയാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്ന് തുടങ്ങി. ഒരു സുനാമി വരുമ്പോഴോ, സുനാമി ഇവിടെ ഇല്ല, വെള്ളപ്പൊക്കം വന്നാലും പാലശ്ശേരി ഭാഗത്തൊക്കെ എന്ത് വന്നാലും ആശാ വർക്കർമാർ അവിടെ എത്തുകയും
അവിടെ രോഗങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജന്യ രോഗങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വേനൽക്കാലമായി. അപ്പോൾ ഏതൊരു സമയത്തും നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ആശാവർക്കർമാർ. എന്നാൽ ഇവരെ ആരും അറിയത്തൂല, ഒരു അംഗീകാരവും ഇല്ലാതെ കിടക്കായിരുന്നു. അപ്പോൾ ഈ KCYMലെ എല്ലാ കുട്ടികളെയും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരെയും എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ വനിതകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഷിത ഷാബു, ജോസഫ് സാജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡേവിസ്, അടുത്തതായി മമ്മൻ്റെ